Terayilakam, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. നമസ്കാരം, തെരയിലക്കത്തിലേക്ക് സ്വാഗതം. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് രാജ്യം വോട്ട് ചെയ്തു തുടങ്ങാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാളാണ്. തമിഴ്നാട് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങളിൽ ഇന്ന് പരസ്യപ്രചാരണം അവസാനിച്ചു. ആ അവസാന മണിക്കൂറുകളിൽ അസമിലും ത്രിപുരയിലുമായിരുന്നു പ്രധാനമന്ത്രി. പശ്ചിമ യുപിയിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയും റോഡ് ഷോയിൽ പങ്കെടുത്തത്. കേരളത്തിൽ പ്രചാരണം കൊടുമ്പിരി കൊള്ളുകയാണ്. വടകരയിലെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം ഉൾപ്പെടെ സൈബർ ആക്രമണം ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ കത്തി നിൽക്കുന്നു. ആറ്റിങ്ങലിലേക്ക് വന്നാൽ അവിടെ ഇരട്ട വോട്ടിന്റെ പോരും കടുക്കുകയാണ്. ഇതുൾപ്പെടെയുള്ള വിഷയങ്ങൾ വിശദമായി തന്നെ കാണാം. തെരയിലക്കത്തിലേക്ക് സ്വാഗതം. ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. തമിഴ്നാട്ടിലെ 39 സീറ്റിലും വോട്ടെടുപ്പ് വെള്ളിയാഴ്ച. 102 മണ്ഡലങ്ങളിൽ പരസ്യപ്രചാരണം അവസാനിച്ചു. അസമിലും ത്രിപുരയിലും റാലികളിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി. പശ്ചിമ യുപിയിൽ റോഡ് ഷോയിൽ പങ്കെടുത്ത് പ്രിയങ്ക ഗാന്ധി. കേരളത്തിൽ ബി.ജെ.പി 2 അക്കത്തിൽ ജയിക്കുമെന്ന് രാജ്നാഥ് സിംഗ്. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കും. CMRL സഹകരണ ബാങ്ക് വിഷയങ്ങളിൽ അന്വേഷണം ശക്തമാക്കുമെന്ന് പ്രതിരോധ മന്ത്രി. പാർട്ടി ആവശ്യപ്പെട്ടാൽ അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. കേരളത്തിൽ ഒരു സീറ്റിലും LDF-ഉം ബി.ജെ.പിയും ജയിക്കില്ലെന്ന് വി.ഡി. സതീശൻ. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ക്ഷീണം മാറ്റാനാണ് നുണബോംബുമായി ഇറങ്ങിയതെന്ന് സതീശൻ. സൈബർ ആക്രമണ വിവാദത്തിൽ ചൂട് പിടിച്ച് വടകര. ഷാഫി പറമ്പിലിന്റെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്ന് KK ശൈലജ. 20 ദിവസം മുൻപ് നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതെന്തെന്ന് KK രമ. ഇരട്ട വോട്ടിനെ ചൊല്ലി ആറ്റിങ്ങലിൽ പോര്. പരാതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് അടൂർ പ്രകാശ്. കമ്മീഷൻ തള്ളിയ ആരോപണം കോടതിയും തള്ളുമെന്ന് വി ജോയ്. ആറ്റിങ്ങലിൽ LDF UDF സൗഹൃദമെന്ന് വി മുരളീധരൻ. രാജ്മോഹൻ ഉണ്ണിത്താനെതിരായ LDF വീഡിയോ വിവാദത്തിൽ. മുസ്ലിം പ്രദേശത്തിറങ്ങുമ്പോൾ മുണ്ടിടത്തോട്ടുടുക്കണമെന്ന വീഡിയോയിൽ. വിവാദമായതോടെ വീഡിയോ പിൻവലിച്ചു. വർഗീയത പടർത്തുന്ന വീഡിയോയ്ക്കെതിരെ പരാതി നൽകുമെന്ന് മുസ്ലിം ലീഗ്. വിശദമായി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. സൈബർ ആക്രമണ വിവാദത്തിൽ ചൂട് പിടിച്ചിരിക്കുകയാണ് വടകര. ഷാഫിയുടെ അറിവോടെയാണ് സൈബർ ആക്രമണമെന്നാണ് KK ശൈലജ വ്യക്തമാക്കിയത്. 20 ദിവസം മുൻപ് നൽകിയ പരാതിയിൽ പോലീസ് നടപടിയെടുക്കാത്തതെന്ത് എന്ന് KK രമ ചോദിക്കുന്നുണ്ട്. എന്തായാലും വലിയ വിവാദം ഇതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിയുകയാണ്. നമുക്കതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനു മുൻപ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭയിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിച്ചു എന്നതാണ്. റോഡ് ഷോയും റാലിയും ഒക്കെയായാണ് പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും രാഷ്ട്രീയ പാർട്ടികൾ ആവേശം തീർത്തത്. ഈ മണ്ഡലങ്ങളിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന അസമിലും ത്രിപുരയിലുമായിരുന്നു പ്രധാനമന്ത്രി പങ്കെടുത്ത റാലികൾ ഇന്ന് നടന്നത്. പശ്ചിമ യുപിയിൽ നടന്ന റോഡ് ഷോയിൽ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. ലോക്സഭയിലേക്കുള്ള 1ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. അത്യന്തം വീറും വാശിയും നിറഞ്ഞതായിരുന്നു അവസാന ദിവസത്തെയും പ്രചാരണങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇന്നും വാക്പോര് തുടരുന്നതാണ് നമ്മൾ കണ്ടത്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് മറ്റന്നാൾ ജനവിധി എഴുതുക. അവിടുത്തെ ജനങ്ങളാണ് ജനവിധി എഴുതുക. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. പ്രമുഖരായ സ്ഥാനാർത്ഥികളും ഇത്തവണ ആദ്യഘട്ടത്തിൽ തന്നെ ജനവിധി തേടുന്നുണ്ട്.
നിതിൻ ഗഡ്കരി, കിരൺ റിജിജു ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രിമാരാണ് ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. ഒപ്പം തന്നെ ഇന്ന് വലിയ തോതിലുള്ള പ്രചാരണങ്ങൾക്കാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇടം കണ്ടെത്തിയത്. റോഡ് ഷോകൾ, പൊതുറാലികൾ എല്ലാം തന്നെ നടത്തുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലും ത്രിപുരയിലുമാണ് പ്രചാരണം നടത്തിയത്. ത്രിപുരയിൽ നടത്തിയ പ്രചാരണത്തിൽ അദ്ദേഹം CPM-നെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഉണ്ടായത്. ത്രിപുരയെ CPM അഴിമതിയുടെ ഹബ്ബാക്കി മാറ്റി എന്നൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഒപ്പം തന്നെ രാമക്ഷേത്രം നിർമ്മിച്ച കാര്യവും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. അസമിലെ നൽബാരിയിലായിരുന്നു മോദിയുടെ മറ്റൊരു പ്രചാരണം നടന്നത്. അവിടെയും വലിയ തോതിലുള്ള വിമർശനങ്ങളും മറ്റും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനം കൊണ്ടുവന്നത് BJP ആണ് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയുമുണ്ടായി. ഏതായാലും ആദ്യഘട്ടത്തിൽ അസമിലെയും ത്രിപുരയിലെയും മണ്ഡലങ്ങൾ കൂടെ എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായിട്ടാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അണ്ണാമലൈ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ കോയമ്പത്തൂരിൽ നിന്നാണ് ജനവിധി തേടുന്നത്. BJP പ്രതീക്ഷിക്കുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ, ഈ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് നേടാമെന്നൊരു അവകാശവാദമാണ് BJP ആദ്യം മുതൽ തന്നെ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഏറ്റവും വലിയ പ്രചാരണം മോദിയും BJP-യും നടത്തിയിരുന്നത്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ഇന്ന് സംയുക്തമായി വാർത്താ സമ്മേളനങ്ങൾ നടത്തി. പ്രധാനമായും പറഞ്ഞത് അഴിമതിയുടെ ചാമ്പ്യനാണ് മോദി എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത്. BJP 150 സീറ്റ് പോലും തികക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഒപ്പം തന്നെ പശ്ചിമ ഉത്തർപ്രദേശിലായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നത്. ഉത്തർപ്രദേശിൽ വലിയ പ്രചാരണമാണ് ഇവിടെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും 1625 സ്ഥാനാർത്ഥികളാണ് മറ്റന്നാൾ ജനവിധി തേടുന്നത്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടത്തിൽ നടക്കുന്നത്. ഒപ്പം എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യഘട്ടത്തിൽ ഈ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചാൽ അത് മറ്റു ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു പ്രതീക്ഷയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. 21 സംസ്ഥാനങ്ങളിലെ 102 മണ്ഡലങ്ങൾ ആവേശകരമായ കൊട്ടിക്കലാശമാണ് ഈ ഇടങ്ങളിലെല്ലാം കണ്ടത്. എന്തായാലും മറ്റന്നാൾ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. സംസ്ഥാനത്തേക്ക് വന്നാൽ കേരളത്തിൽ BJP 2 അക്കം കാണുമെന്ന അവകാശവാദം ആദ്യം ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 2 വരവുകളിൽ അദ്ദേഹം അക്കാര്യം ആവർത്തിച്ചുവെങ്കിലും ഏറ്റവും അവസാനം വന്ന സമയത്ത് അദ്ദേഹം അത് പറഞ്ഞിരുന്നില്ല. പക്ഷേ അക്കാര്യം ആവർത്തിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. BJP 2 അക്കത്തിൽ ജയിക്കുമെന്നാണ് അവകാശവാദം. കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് എന്നിവയിൽ പൊതുജനത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു. കേരളത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ തല്ലുകയാണ്, ഡൽഹിയിൽ കെട്ടിപ്പിടിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റബ്ബർ കർഷകരുടെ പ്രതിസന്ധി BJP പരിഹരിക്കും എന്ന ഒരു കാര്യവും ഇന്ന് രാജ്നാഥ് സിംഗ് സൂചിപ്പിച്ചു. हम लोग इसकी सख्ती के साथ जांच कराएंगे और अब तक स्कैम करने वालों के करीबी 90 करोड़ रुपए की संपत्ति को अटैच हो चुकी है और मैं एश्योर करना चाहता हूं हमारी गवर्नमेंट आएगी तो आपका पैसा जो स्कैम में चला गया है उसे हम वापस कराएंगे. बड़े ब्रदर्स एंड सिस्टर्स, कांग्रेस या लेफ्ट, ये लोग केरला में मजबूत रहे तो केरला को डिस्ट्रॉय करने से कोई नहीं रोक सकता. हमें कम से कम इतना मजबूत, इतना पावरफुल हमको बना दीजिए ताकि हम इनको चेक कर सकें और अगली बार केरल में क्लियर मेजॉरिटी से हम BJP की गवर्नमेंट बना सकें. The people of India has decided. अब की बार the people of India has decided. अब की बार इतना बड़ा नानुरिल आदिगम. Am I correct? Yes. Well, thank you very much. Brothers and sisters, मैं पूरी तरह से कॉन्फिडेंट हूं कि भारतीय जनता पार्टी इस बार ग्रैंड ओपनिंग केरला में करने जा रही है. 400-ലധികം സീറ്റ് നേടുമെന്ന അവകാശവാദമാണ് രാജ്നാഥ് സിംഗ് ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, CMRL മാസപ്പടി വിവാദം, ഒപ്പം തന്നെ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിവാദം തുടങ്ങിയവ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു എന്നതും നമ്മൾ കാണണം. പാർട്ടി ആവശ്യപ്പെട്ടാൽ
അമേഠിയിൽ മത്സരിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതികരണം. കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് സമിതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. BJP സ്പോൺസർ ചെയ്ത ചോദ്യമാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. अमेठी की बात कांग्रेस का डिसीजन है. जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. CEC मीटिंग हमारी पार्टी में CEC मीटिंग्स में ये डिसीजन लिए जाते हैं. बट पहला बीजेपी का क्वेश्चन गुड क्वेश्चन. थैंक यू. തെരയിളക്കത്തിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. രാജ്യങ്ങൾ തെരയിളക്കത്തിലേക്ക് വീണ്ടും സ്വാഗതം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോൾ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മത്സരം നടക്കുന്ന വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ആയുധമാക്കുകയാണ് CPM. അപകീർത്തി പരാമർശത്തിൽ പ്രതികരണവുമായി പ്രധാന നേതാക്കൾ തന്നെ ഇന്ന് രംഗത്തെത്തി. UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ ആഞ്ഞടിച്ച് KK ശൈലജയും രംഗത്ത് വന്നു. കാരണം ഓരോ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഡിഗ്നിറ്റി നമ്മൾ കാണിക്കുമല്ലോ. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം. ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ എല്ലാവരും മനസ്സിലാക്കണം. സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ ശൈലജയ്ക്കെതിരെ നടക്കുന്നത് അശ്ലീല പ്രചാരണം എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ചിലത് കൊടുത്തിട്ടുള്ളത് അതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാൻ. ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം അശ്ലീല ആക്രമണമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉമാ തോമസിനെയും KK രമയെയും കളത്തിലിറക്കിയായിരുന്നു കോൺഗ്രസിന്റെ പ്രതിരോധം. ഗൗരവമായ ഒരു വിഷയമാണ്. കാരണം ഞങ്ങളെപ്പോലെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ വളരെ കാലമായി ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പരാതി കൊടുക്കുമ്പോൾ ഒരാളുടെ പേരും നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം. ഇപ്പോൾ ഇവിടെ LDF സ്ഥാനാർത്ഥി അവസാനം പത്രസമ്മേളനം നടത്തി പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് അവർ അവരുടെ പരാതിയിൽ തന്നെ പറയുന്നു. ഇതിന്റെ പരാതി ആഭ്യന്തര വകുപ്പിനെ പോലീസിന് കൈമാറിയിട്ട് നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അവർ തന്നെ പറയുന്നു. അപ്പൊ പരാജയം ആരുടേതാണ്? പരാജയം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റേതാണ്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരാജയമാണ് അത് സൂചിപ്പിക്കുന്നത്. പോലീസ് എടുക്കേണ്ട ആക്ഷൻ. ബോംബ് രാഷ്ട്രീയം തകർന്നപ്പോൾ പുതിയ നുണബോംബുമായാണ് CPM-ഉം സ്ഥാനാർത്ഥിയും എത്തിയിരിക്കുന്നതെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. അതേസമയം KK ശൈലജയെക്കുറിച്ചുള്ള മോശം പരാമർശം അംഗീകരിക്കുന്നില്ല എന്ന് ചെന്നിത്തല പറഞ്ഞു. MM മണി പറഞ്ഞപ്പോഴും ഞങ്ങൾ അതിനെ എതിർത്തവരാണ്. MM മണി വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അത് ഞങ്ങൾ നാട്ടുഭാഷയാണെന്ന് പറഞ്ഞില്ല. രാഹുൽ മാക്കൂട്ടം അത് പറഞ്ഞപ്പോൾ അതിനെ ഞാൻ ശക്തമായി എതിർത്തവരാണ്. ഞങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. രാഷ്ട്രീയമുണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും പദപ്രയോഗങ്ങളും എല്ലാം വളരെ മാന്യമായി തന്നെ പറയാം. നമ്മൾ ജനങ്ങളുടെ മുമ്പിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. വടകരയിൽ സൈബർ ആക്രമണം വലിയ വിഷയമാകുമ്പോൾ ആറ്റിങ്ങലിൽ വിഷയമാകുന്നത് ഇരട്ട വോട്ട് ആരോപണമാണ്. ഇരട്ട വോട്ട് ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ഇരട്ട വോട്ട് ഒഴിവാക്കരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് രഹസ്യ നിർദ്ദേശമുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിൽ ഇവിടെ കാര്യങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അത് നടപ്പാക്കാതെ അവരെ മുമ്പോട്ട് പോവുകയാണ്. അത് നടപ്പാക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു രഹസ്യമായ ഒരു കച്ചവടം ഇവിടെ നടക്കുകയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ എന്ന് പറയുന്നത് CPM-മായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ പൂർണ്ണ ചുമതല വഹിക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാർക്ക് വാക്കാൽ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം നിങ്ങൾ ഒരു കാരണവശാലും വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതനുസരിച്ച് അവർ ചെയ്യുന്നു. നീതി എല്ലാവർക്കും കിട്ടണം. ഒരാൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട് എങ്കിൽ അത് അയാൾക്ക് കിട്ടണം. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയ ആരോപണം കോടതിയും തള്ളുമെന്നാണ് അടൂർ പ്രകാശിന് LDF സ്ഥാനാർത്ഥി V ജോയിയുടെ ഇക്കാര്യത്തിലുള്ള മറുപടി. കോടതി ആധികാരികമായി എടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ വാദത്തെ ആയിരിക്കും.
അങ്ങനെയാണെങ്കിൽ ഇതും കളക്ടർ തള്ളിയതുപോലെ തന്നെ ഈ കേസും കോടതി പരിശോധിച്ച് തള്ളിക്കളയാനാണ് സാധ്യത. അങ്ങനൊരു വസ്തുത ഇല്ലാത്തത് തള്ളിക്കളയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നീതി ലഭിക്കുന്നില്ല, ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം ഇടപെട്ടത് ഇങ്ങനെ ചെയ്യുന്നതാണെന്ന് അദ്ദേഹത്തിന് പരാതി. അതുകൊണ്ടാണ് കോടതി പോയെന്ന് പറയുന്നത്. അല്ല, കോടതി കൂടി പരിശോധിക്കട്ടെ. ഞങ്ങൾക്ക് അതിനകത്ത് വേറെ ഒരു ഭയമോ അല്ലെങ്കിൽ എന്തായാലും 8 നാൾ മാത്രമാണ് ഇനി തെരഞ്ഞെടുപ്പിനുള്ളത്. സൈബർ ആക്രമണവും ഒപ്പം തന്നെ ഇരട്ട വോട്ടും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ചൂടുപിടിക്കുകയാണ്. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ഇനി നാളെ കാണാം തെരയിളക്കത്തിൽ. നമസ്കാരം. തെരയിളക്കം co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. പെയ്യുന്നുണ്ട്.